ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. പപ്പയ്ക്ക് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അപ്പം നമ്മൾ അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് പപ്പയ്ക്ക് എടുത്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ നമ്മളിതാ ഉണ്ടമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഉണ്ടമുളക് വെച്ച് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയ ശേഷം ആദ്യം നമുക്കിതാ നമ്മുടെ മണമുള്ള ആ ഉണ്ടമുളക് നമ്മളിതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഇത് എണ്ണയിലോട്ട് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ദൂരോട്ടൊന്നും ഇളകും കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിച്ചെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ നമ്മൾ ഈ ഉണ്ടമുളക് എണ്ണയിലോട്ട് ഇടുമ്പോൾ. എന്നിട്ട് നമുക്കതിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാളയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇതുപോലെ സവാള അതിനകത്ത് ഇടക്കട്ടെ, ജസ്റ്റ് ഒന്ന് വാടി വരണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. കട്ടി കുറച്ചാണ് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത്, എന്നാലേ പെട്ടെന്ന് ഇതൊന്ന് വെന്ത് വരത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ആവിയിലിരുന്ന് നന്നായിട്ട് വെന്ത് വരുന്നതാണ്. അതുപോലെ നമ്മുടെ ആ ഉണ്ടമുളകിൻ്റെ മണമൊക്കെ നന്നായിട്ട് അതിനകത്തൊന്ന് പിടിച്ച് വരുന്നതാണ്. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. ബൈ. താങ്ക് ഫോർ വാച്ചിങ്.